മിക്കവാറും ദിവസങ്ങളിൽ രാത്രിയാണ് അനിയേട്ടൻ മീൻ കൊണ്ട് വരാറുള്ളത്. എന്ന് മീനാന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ഞാൻ എളുപ്പത്തിൽ തോലെല്ലാം വലിച്ച് കുട്ടപ്പനാക്കി എടുത്ത അത്യാവശ്യം വലിയ ചെമ്പല്ലിയാണ് കേട്ടാ ഇന്ന് കിട്ടിയിട്ടില്ലത്. ജാതി മീനോട് അനിയേട്ടൻ ഒരു പ്രത്യേക കമ്പുണ്ട്, പ്രത്യേകിച്ച് ഈ തോല് വലിക്കുന്ന ടൈപ്പ് മീനോട്. അതല്ല എനക്കെട്ടിന്റെ പണി തരാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം വാങ്ങിയിട്ട് വരുന്നതാണോന്നും എനിക്ക് തോന്നുന്നു. തോലും വലിച്ചിട്ട് കൊണ്ടുവന്നാൽ പിന്നെ ഞാനൊന്നും മിണ്ടൂലല്ല. ഒന്നാമതേ ഗ്യാസ് ഇല്ല. ഇതിനും ഭേദം ഞാൻ ബിഗ് ബോസിൽ എങ്ങാനും പോയാൽ മതിയായിരുന്നു. ആടെ 7ന്റെ പണിയേ ഇല്ലു, അനിയേട്ടൻ എനിക്കിടെ 8ന്റെ പണിയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോട് ഇങ്ങനെയെല്ലാം പറയുന്നുണ്ടെങ്കിലും അനിയേട്ടനോട് ഞാൻ കമാന്നൊരക്ഷരം മിണ്ടിയിട്ടാ. എന്നാ പിന്നെ നാളെ തൊട്ട് മീനും കൊണ്ടില്ല, എനക്ക് മീനില്ലാണ്ട് ചോറ്. അല്ലെങ്കിൽ ഒരുവിധം ഭർത്താക്കന്മാരുടെ സ്വഭാവം എല്ലാം അങ്ങനെയാണ്. അവർ ഏത് പാതിരാത്രിക്ക് മീൻ കൊണ്ടെന്നാലും മുഖത്തോടെ അത് സ്വീകരിക്കണം, അല്ലെങ്കിൽ പിന്നെ നാളെ തൊട്ട് മീൻ കാണൂല. ബാക്കിയുടെ തോലും പാലെല്ലാം കളഞ്ഞിട്ട് മീൻ നല്ല അലുവ കഷ്ണം പോലെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ഇന്ന് പൊരിക്കുക, ബാക്കി നാളെ തേങ്ങ അരച്ച് കറി വെക്കാന്ന് വിചാരിച്ചു. കറി വെക്കാനുള്ള തലയും പീസെല്ലാം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ട് പൊരിക്കാനുള്ള പീസിൽ മസാലയെല്ലാം പെരക്കി വെച്ചു. എന്നിട്ട് ഞാൻ വേഗം അടുപ്പ് കത്തിക്കാൻ വേണ്ടിട്ട് പോയിട്ട്. വിറകടുപ്പിൽ വെച്ച കറികൾക്കെല്ലാം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എന്നാലും ആദ്യത്തെ ദിവസത്തെ ആവേശമൊന്നും എനിക്കില്ല കേട്ടാ. എന്റെ ആവേശം എല്ലാം കത്തിക്കരിഞ്ഞ് വിറകടുപ്പിലെ ചാരം പോലെ ആയിട്ടുണ്ട്. എന്തായാലും മീൻ പൊരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ എന്നുള്ള ആശ്വാസത്തില് ഞാൻ വേഗം അടുപ്പെല്ലാം കത്തിച്ചെടുത്തിട്ട് നമ്മളെ അരവെല്ലാം പെരക്കിയ ചെമ്പല്ലി മീനില്ലേ, അത് ഓരോരോ പീസ് വെച്ച് കൊടുക്കും. തിരിച്ചു മറിച്ചടിച്ച് മീനെല്ലാം നന്നായിട്ട് മൊരിയിച്ചെടുത്തിട്ട് നല്ല പരിപ്പും മത്തനം കറിയും നാരങ്ങ അച്ചാറും പിന്നെ നമ്മളെ ചെമ്പല്ലി മീൻ ഫ്രൈയും കൂട്ടിയിട്ട് നല്ലൊരു അത്താഴം അങ്ങനെ കഴിച്ചു.